മക്കളെ, സങ്കലനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഇതാണ്: 20 മുതൽ 30 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ നമ്മൾ 20 മുതൽ 40 വരെ എഴുതി കൂട്ടി നോക്കിയാൽ പരീക്ഷയുടെ സമയം കഴിയും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. 20 മുതൽ 30 വരെ ആകെ എത്ര സംഖ്യകളുണ്ട്? 11 എണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20ഉം 30ഉം കൂട്ടുക. 20 30 എത്രയാണ്? 50. അതിനെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 50 ഗുണിക്കണം 5, 250. അതിന്റെ കൂടെ 20നും 30നും മധ്യത്തിൽ വരുന്ന സംഖ്യ, അതായത് 25 കൂട്ടിയാൽ മതി. അപ്പൊ 250ഉം 25 കൂട്ടിയാൽ എത്ര ഉത്തരം കിട്ടും? 275. ഇനി മറ്റൊന്നുകൂടി പറയാം. 30 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാലോ? നമ്മൾ ഏതൊക്കെ കൂട്ടണം? ആദ്യത്തെ സംഖ്യ 30, ലാസ്റ്റ് നമ്പർ 40. 30ഉം 40ഉം 70. 70നെ 5 കൊണ്ട് ഗുണിക്കുക. 70 ഗുണിക്കണം 5 എത്രയാ? 7 5 35, 350. അതിന്റെ കൂടെ എത്ര കൂട്ടണം? 35. നടുക്കുള്ള സംഖ്യ 35. അപ്പം 350 കൂട്ടണം 35, 375. ഇനി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, കൂട്ടുകാർ കണ്ടെത്തണേ. 40 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? കൂട്ടുകാർ കണ്ടു നോക്കൂ.